EBO3യുടെ ബോക്സ് ഓപ്പണിംഗ് എല്ലാം റെഡിയല്ലേ? അതെ ഗൈസ്, ദ മോസ്റ്റ് അവൈറ്റഡ് EBO3 ഹീറോയിൻസ് എഡിഷൻ ബോക്സ് നമ്മളെ കിട്ടിയിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു വൺ പീസിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ഹൈപ്ഡും മോസ്റ്റ് സ്കാർപ്ഡും സെറ്റാണിത്. കാരണം ഇത് ഇറങ്ങുന്നതിന് 2-3 മാസം മുന്നേ തന്നെ ഫുൾ സ്റ്റോക്ക് ഔട്ട്, പ്രീ ഓർഡേഴ്സ് എല്ലാം സ്റ്റോക്ക് ഔട്ട്. അത് മാത്രമല്ല, എനിക്ക് 2 മാസം മുന്നേ ഇതിൻ്റെ പ്രീ ഓർഡേഴ്സ് നാട്ടിലത്തെ 55,000 തൊട്ട് 60,000 രൂപ വരെ. എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേ ഇതിന് ചരിത്രത്തിൽ ഒരിക്കലും ഒരു വൺ പീസ് ബോക്സിനും റിലീസിന് മുന്നേ റേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അത്രയും അധികം വിവാദങ്ങളും സെൻസേഷൻ ക്രിയേറ്റ് ചെയ്ത EBO3യുടെ ഹീറോയിൻസ് ബോക്സ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരെണ്ണേ എൻ്റെ കിട്ടിയുള്ളൂ. ഒരെണ്ണം അവിടെ ഞാൻ ഒപ്പിക്കാൻ നോക്കി, ബട്ട് പറ്റിയില്ല. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ചേസ് കാർഡ്സ് പറയുമ്പോൾ ഒരുപാട് ചേസ് കാർഡ്സ് ഉണ്ട്. തുടങ്ങുന്നത് ഊട്ടട ബാങ്കർ, പിന്നെ നാമിയുടെ SP, റോബിൻ്റെ SP, ഊട്ടട SP ഉണ്ട്, പിന്നെ ടഷീഗയുടെയും പെറോണയുടെയും അങ്ങനെ ഒരുപാട് SPs ഉണ്ട്. അത് ഒരുപാട് SPs ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഹിറ്റ് റേറ്റ്സ് വളരെ എളുപ്പമെന്ന് ഒരിക്കലും പറഞ്ഞത്. കാരണം ഹിറ്റ് റേറ്റ്സ് അത് കൂട്ടാൻ പാടാണ്. ഇത്രയും SPs ഉള്ള കൂട്ടാൻ ഹിറ്റ് റേറ്റ്സും ഫുൾ റേറ്റ്സും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതൊന്ന് എന്ത് കിട്ടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബട്ട് ലെറ്റ്സ് ഓപ്പൺ അപ്പ്. സോ ദാറ്റ്സ് വൺ പീസ് മാസ്റ്റേഴ്സ് ഓപ്പണിംഗ് ഓഫ് EBO3 ബൂസ്റ്റർ ബോക്സ്. സോ ഇത് നമുക്ക് എന്തെങ്കിലും ഹിറ്റ്സ് ഇരട്ടെ. കാരണം ഇതുവരെ ഞാൻ ബൂസ്റ്റർ ബോക്സ് ഇങ്ങനെ ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യാതൊന്നും എനിക്ക് ഇതുവരെ നല്ല ഹിറ്റ്സൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ലെറ്റ്സ് ഡു സംതിങ് ഗ്രേറ്റ്. കം ഓൺ ഗൈസ്, കം ഓൺ. സോ ഇതാണ് നമ്മുടെ EBO3 ഹീറോയിൻസ് എഡിഷൻ ബൂസ്റ്റർ ബോക്സ്. OP13ൻ്റെ കൂട്ടിന് അത്യാവശ്യം ഒരു റെഡിഷ് കളറാണ് വന്നേക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു നീറ്റ് ബോക്സ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഓപ്പൺ ചെയ്യാൻ എനിക്ക് ഒരു മനസ്സില്ല, ബട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കും. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഡാഷ് പാക്കും കിട്ടിയപ്പോൾ ഇതിനകത്ത് ആരുടെ കാർഡാണ് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഇതിൻ്റെ പ്രീ റിലീസ് ഇതിന് പ്രീ റിലീസ് ടൂർണമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ പ്രീ ഓർഡേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ബുദ്ധിമുട്ടി. എനിക്കൊന്നൊരു 2-3 ആഴ്ചയോളം ഞാൻ ഇവിടെ കയറി ഇറങ്ങി ഇതിനകത്ത് കിട്ടാൻ വേണ്ടി. സോ അങ്ങനെ നമുക്ക് ധാരണ കടന്നു നോക്കാം. നാമി ആവണേ. നൈസ്. വിവി ഉണ്ട്, നാമി ഉണ്ട്. കൊള്ളാം. നമുക്ക് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സെയിം ഡാഷ് കാർഡിനെ കിട്ടി. അത്യാവശ്യം നല്ല ഒരു ആർട്ട് വർക്കാണ്. ഈ ഡാഷ് പാക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴേക്കും ഇതിനകത്തുള്ള നോർമൽ ഒരു കോമൺ കാർഡിൻ്റെ ഒരു ഓൾട്ട് വെർഷൻ കൂട്ട് അത്യാവശ്യം നല്ലൊരു കിടിലൻ കാർഡാണ് കിട്ടുന്നത്. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ കളക്ഷനിലോട്ട് നേരെ പോകാം. പിന്നെ EBO3 ഹീറോയിൻസ് എഡിഷൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് ഫുള്ള് ഹീറോയിൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് ഒറ്റ മെയിൽ ക്യാരക്ടേഴ്സ് വരും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വൈഫു കാർഡ്സ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് സച്ച് എ റിയലി ലവ്ലി ലുക്കിംഗ് കാർഡ്. സോ ഡാഷ് പാക്സ് EBO3യുടെ തന്നെ ഇഷ്ടംപോലെ ഡാഷ് പാക്ക് കിട്ടിയ ആൾക്കാർ കാണും. സോ ദേ ആർ റിയലി ലക്കി. അങ്ങനെ നമുക്ക് നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരു ഹിറ്റെങ്കിലും കിട്ടി. ഇനി ബാക്കിയുള്ള ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പണിങ്ങിലും അതുകൂട്ട് തന്നെ ഹിറ്റുകൾ ഉണ്ടാവട്ടെ. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പണായില്ലേ? നീറ്റ് ബോക്സ്. റൈറ്റ്. സോ ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് 24 പാക്സ്. നമുക്ക് കൂട്ടണ മാങ്ക് കിട്ടുമോ? നമുക്ക് നാമിയുടെ SP കിട്ടുമോ? റോബിൻ നമുക്ക് ബോയുടെ SP കിട്ടുമോ? ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. സോ നമുക്ക് ഇനി കൂടുതൽ സംസാരിച്ച് വഷളാക്കേണ്ട. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് വിവിയുടെ തന്നെ ഒരു ലീഡറും ഉണ്ട്. ഒറ്റ ലീഡറേ ഉള്ളൂ അതിനകത്ത്. സോ നമുക്കിത് 3 ഹിറ്റ് ബോക്സ് ആണോ 2 ഹിറ്റ് ബോക്സ് ആണോ എന്തുവാ നമുക്ക് നോക്കാം. നൈസ്. സോ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന് റീപ്രിൻസ് ഒന്നും ഇല്ലാത്ത കാരണം ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇതിന് പ്രീ റിലീസിന് മുന്നേ തന്നെ ഭയങ്കര റേറ്റാണ് ആൾക്കാർ പറഞ്ഞത്. ബട്ട് ഇപ്പം എന്തായാലും ബാൻഡയുടെ ഭാഗത്ത് ഫസ്റ്റ് പാക്ക് മാജിക് അടിപൊളി. നമുക്ക് ബോവയുടെ ഒരു ഓൾട്ട് SR കാർഡ്. നൈസ്, അടിപൊളി. സോ ഗൈസ്, ദാറ്റ്സ് അവർ ഫസ്റ്റ് പാക്ക് മാജിക്. നമ്മൾ ഓപ്പൺ ചെയ്ത ഫസ്റ്റ് പാക്കിൽ തന്നെ ഹിറ്റുണ്ട്. ഇറ്റ്സ് എ ഗുഡ് സൈൻ ആയിരിക്കണം. അത്യാവശ്യം നല്ല നീറ്റ് കാർഡുമാണ്. നൈസ്, കൊള്ളാം അല്ലേ? ഈ ബോയുടെ ആർട്ട് വർക്ക് അല്ല ഒരു രക്ഷയില്ല, പക്കയാണ്. പിന്നെ ഓൺ പ്ലേ, ഇഫ് യു അപ്പോണന്റ് ഹാസ് 5 or more cards in their hand, your opponent places 1 card from their hand at the bottom of their deck. Activating, you may place one of your characters at the bottom of your own. Okay, nice. ഒരു കിഡിലൻ കാർഡ്. നൈസ്, കൊള്ളാം. വൈഫു കാർഡ് ഞാൻ പറയില്ല, ഇതിൽ ഒരു കാർഡ് ഞാൻ സെല്ല് ചെയ്യത്തില്ല. ഞാൻ ഇപ്പോഴേ പറയാം, ഇതെല്ലാം വൈഫു കാർഡ്സ്. സോ അതെല്ലാം നമുക്ക് നമ്മുടെ പേഴ്സണൽ കളക്ഷനിലോട്ട് പോകുന്ന കാർഡ്സ് ആയിരിക്കും. നമുക്ക് പടപടയെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പാക്സ് ഓപ്പൺ ചെയ്തിട്ട് 3 ഹിറ്റ് ബോക്സ് ആവണം എന്നുള്ള ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. അല്ലെങ്കിൽ ശരിയാവത്തില്ല. നമുക്ക് 3 ഹിറ്റ് ബോക്സ് ആവണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത്. ഇയോഴി പട്ടാണ് യമാട്ടോ. രണ്ടാമത്തെ പാക്കിലൊന്നുമില്ല. ഓഫ് ടു ദ തേർഡ് പാക്ക്. അപ്പോൾ ഇത്രയും വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു പാക്കിൻ്റെ ഫുൾ റേറ്റ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. വീഡിയോസിന് അത്യാവശ്യം ആൾക്കാർ നാമിയുടെ SPയും
ബോവയുടെ SP ഒക്കെ പുള്ളി നിന്ന് കണ്ട് പിന്നെ ഞാനിത് വാങ്ങിക്കാൻ പോയെടുത്ത് എൻ്റെ ഇപ്പോൾ ലൈക്ക് സ്റ്റോറിൽ ഇരിക്കുന്ന പയ്യൻ പുള്ളിക്കാരൻ 2 പാക്ക് ഓപ്പൺ ചെയ്തു, 2 ബോക്സ് ഓപ്പൺ ചെയ്തു, 2 ബോക്സിൽ നിന്നും 2 SP കിട്ടി അവന്. അപ്പോൾ ബാക്കിയുള്ള പാക്കാണ് തന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം ഗുവ. എന്തായാലും ശുഭാർത്തി വിശ്വാസം. ഇന്ന് എനിക്കെന്തോ എൻ്റെ മനസ്സ് പറയുന്നത് എന്തിനും നമുക്ക് നല്ലൊരു പുള്ള് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് നോക്കാം നല്ല പുള്ള് വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നമുക്ക് ഇതിൽ ചില ദിവസങ്ങൾ നമുക്കൊരു ഫീൽ അടിക്കുമല്ലോ, നമുക്ക് ഈ പറഞ്ഞ തൊട്ട് നല്ലൊരു ഹിറ്റ് വരുന്നുണ്ട്. ലില്ലിത്തിൻ്റെ സൂപ്പർ ഒരു കാർഡ്. അതുകൊണ്ട് എന്തോ മനസ്സ് പറയുന്നത് നല്ലൊരു ഹിറ്റ് അത് കാണുന്നത്. എന്തെങ്കിലും എനിത്തിങ് നമ്മൾ എന്തും എടുക്കും, ഇവിടെ എന്തും പോകും. ഒരു SP ആയാലും ഒരു ലീഡർ ആയാലും നമുക്ക് ഏത് കാർഡായാലും നമുക്കിവിടെ ഒരു കുഴപ്പമില്ല. വി ആർ ഹാപ്പി ഫോർ എനിത്തിങ് വി ക്യാച്ച്. നമുക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയല്ലോ അങ്ങനൊന്നുമില്ല. നമ്മുടെ ചാനലിൽ നമുക്ക് നല്ല ഏത് ഹിറ്റ് കിട്ടിയാലും വി ആർ ഹാപ്പി. മോനെ ഷീഗയുടെ SR. സോ നമ്മൾ ഫസ്റ്റ് SR ഈ പാക്കിന് അത്യാവശ്യം വെയിറ്റ് ആണ്. ഇതൊരു ഡോൺ പാക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഡോൺ കാർഡ്സും ഉണ്ട്, ഗോൾഡൻ ഡോൺ കാർഡ്സ് ഉണ്ട്, നാമിയുടെയും റോബിൻ്റെയും എല്ലാവരുടെയും ഗോൾഡൻ ഡോൺ കാർഡ്സും ഉണ്ട്. സോ നമുക്ക് നോക്കാം നമുക്ക് ലക്കുണ്ടോ ഒരു ഗോൾഡൻ ഡോൺ കിട്ടാനെന്ന്. ഗോൾഡൻ ഡോൺ കിട്ടുവാണെങ്കിൽ കൊള്ളാതെ നൈസാണ്. ഗോൾഡൻ ഡോൺ കാർഡ്സ് എല്ലാം അത്യാവശ്യം നല്ല പ്രിറ്റി നീറ്റ് നൈസ് കാർഡ്സ് ആണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. അതുമാത്രമല്ല ഇതിനകത്ത് നോർമൽ ഡോൺ കാർഡ്സും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉൾട്ടി ഹീന എന്താ പറയാ, നമ്മളങ്ങോട്ട് പറയുക, നമ്മൾ ഹിറ്റ് എടുക്കുക. അതാണ് ഇപ്പൊ വന്ന് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഗോൾഡൻ ഡോൺ കാർഡും കാണുമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ് നമ്മൾ ഗോൾഡൻ ഡോൺ തന്നെ പുള്ളി ചെയ്ത് ഗൈസ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇതെന്താണ് ഒരു ബോവ ബോക്സ് ആണോ എനിക്ക് അറിയാൻ മേലത്തണം. നമ്മൾ ആദ്യമേ ബോവയുടെ ഒരു ഓൾട്ടി SR കാർഡ് പുള്ളി ചെയ്ത് അതിന്റെ ബാക്കിൽ തന്നെ നമ്മൾ ബോവയുടെ ഗോൾഡൻ ഡോണും പുള്ളി ചെയ്ത്. സോ ഇത് നൈസ്, അടിപൊളി. ഇതിനകത്ത് നമുക്ക് ബോവയുടെ SP കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച ബോക്സ് പൈസ വെസൂൽ. ബട്ട് ഐ ആം റിയലി ലക്കി. നമുക്കൊരു ഗോൾഡൻ ഡോൺ കിട്ടിയിരിക്കുന്നു. നൈസ്, അടിപൊളി. സോ അതും ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഹിറ്റുകളൊക്കെ കിട്ടി തുടങ്ങി, റൈറ്റ് സൈഡിൽ നിന്ന് ഹിറ്റൊക്കെ കിട്ടി തുടങ്ങി. നമുക്ക് 2 ഹിറ്റ് കിട്ടി. നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ നമ്മൾ ഗോൾഡൻ ഡോൺ കിട്ടുമോ എന്ന് നോക്കി നമുക്ക് ഗോൾഡൻ ഡോൺ തന്നെ കിട്ടി. ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണെന്ന് തോന്നുന്നു നമുക്ക് ഗോൾഡൻ ഡോണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തന്നെ നമ്മൾ ഗോൾഡൻ ഡോണിങ് വരുത്തിയത്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദ ഹിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 6 ബാക്കിൽ തന്നെ 2 ഹിറ്റിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇതിൽ 4 SP കൂട്ടി 4 ഹിറ്റ് ഇടുന്ന കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു അത്ഭുതം ഇതിന് സംഭവിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ സ്പെഷ്യൽ എഡിഷൻ ബോക്സ് ആയതുകൊണ്ട് നോർമൽ ബോക്സുകളൊക്കെ കൂട്ട് നമുക്കൊരിക്കലും അതിനകത്ത് ഇത്ര ഹിറ്റേ കാണത്തുള്ളൂ എന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനൊരു കാര്യമുണ്ട്. സോ നമുക്ക് ഒരുപാട് സംസാരിച്ച് കളയണം. നമുക്ക് പടപ്പടയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പാക്ക് ഓപ്പണിങ്ങിൽ നമുക്ക് നോക്കാം. ഷിരാഹോഷിയുടെ സൂപ്പർ കാർഡ് റെബേക്ക. നൈസ്. പിന്നെ ഹീറോയിൻസിന് വേണ്ടി മാത്രം മാത്രമുള്ള ഒരു സെറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ കമ്പി ചങ്സുകൾക്ക് കുത്തിയിരുന്ന് കാണാനുള്ള വീഡിയോ ഉണ്ട്. അത്യാവശ്യം കൊള്ളാം. നൈസ് കാർഡ്സ് ആണ് എല്ലാം. അത്യാവശ്യം ആർട്ട് വർക്ക് ആയാലും എല്ലാം നീറ്റും ആർട്ട് വർക്കാണ്. വയോള കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇതിനകത്തുനിന്ന് ഒരു ഡെക്ക് സെറ്റ് ചെയ്ത് കളിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഇതിനകത്ത് ലീഡർ കാർഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ഡെക്ക് വെച്ച് നമുക്ക് കളിക്കാമായിരുന്നു. ഇതുണ്ട്. ഇതൊരു നോർമൽ SR ആണ്. ഒന്ന് ആലോചിച്ചു നോക്കി. EBO3 ഒരു നോർമൽ SR കാർഡാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചാൽ ഓൾഡ് കാർഡ് ആയിരിക്കും. പക്ഷെ ഓൾഡ് കാർഡ് പോലും നോർമൽ SR. എന്തായാലും എന്നാ ബ്യൂട്ടിയാണ് സത്യം പറയാലോ. അടിപൊളി. ഇതിൽ SR കാർഡ്സ് പോലും ഇത്രയും കിഡിലെ ആർട്ട് വർക്കോടായിരിക്കും വരുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. നൈസ്, കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഫുൾ പാക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇല്ലാതെ ഇനി ഒറ്റ പാക്ക് കൂടെ ഉള്ളൂ. നമ്മുടെ ഇത് ലീഡർ പാക്കാണ്, ലീഡർ ബോക്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ OP14 കൂട്ടാണോ എനിക്കറിയത്തില്ല, ആവാൻ ചാൻസ് ഇല്ല. OP14 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ലീഡർ കിട്ടിയാലും അതിൽ നിന്ന് ഹിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. EBO3 അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം OP14 തൊട്ട് നമുക്ക് ലീഡർ പാക്സ് ഒന്നും ഡെഡ് പാക്സ് എല്ലാം ആയിരുന്നു. VVയുടെ ലീഡർ. നൈസ്. ഇബാഴി ലിലിത്ത്. സോ എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ആ ഒരു തിയറി ഞാൻ കണ്ടില്ല, ഇതുവരെ ആരും ചെയ്ത് കണ്ടില്ല.
റൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലെ ഫുൾ പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ലാസ്റ്റ് പാക്ക്. ഇതൊരു ലീഡർ പാക്ക് അല്ല. ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ല വിവിയുടെ ലീഡറിനെ കിട്ടുമായിരുന്നെങ്കിൽ വിവിയുടെ ലീഡറിനെ വെച്ച് കളിക്കാം എന്നുള്ളൊരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വിവിയുടെ ലീഡറിനെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ നോർമൽ ലീഡറിനെ കിട്ടി. 4 ലൈഫ് ബ്ലൂ ആൻഡ് റെഡ് ഡെക്കാണ്. ഒരുമാതിരി നമ്മുടെ ഏസിൻ്റെ ഒരു സെയിം സിമിലർ സംഭവമൊക്കെ തന്നെയാണ് വരുന്നത്. ഏസിൻ്റെ ഡെക്കിൻ്റെ നമിക്കാൻ. ഓ സൂപ്പർ, എന്നല്ലേ അടിപൊളി. ഒരു നോർമൽ റെയർ കാർഡാണ്, പക്ഷേ അതിനകത്ത് ആർട്ട് വർക്ക് ഉണ്ടല്ലേ, അടിപൊളി. സ്നേക്ക് നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഹിറ്റ് കിട്ടി. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് പാക്ക് ഓപ്പണിംഗ് ആണ്. ഫസ്റ്റ് പാക്ക്. സോ നമ്മൾ റൈറ്റ് സൈഡിലെ കൂട്ടുകാരെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നല്ല ഹിറ്റുകൾ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് പടയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഹിറ്റ്സ് തന്നു. നല്ല കാര്യമാണ്. EBO3 ബോക്സസ് ആർ ഗുഡ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EBO3 എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചോ. നല്ലതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹിറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ലക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു SP കാർഡ് നമുക്ക് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ബി ഗ്രേറ്റ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ 1 മോർ ഹിറ്റ്. നമുക്കിപ്പോൾ 2 ഹിറ്റ് കിട്ടിയിരിക്കുന്നു. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ സ്പെഷ്യൽ എഡിഷൻ ബോക്സസിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും 2, 3, 4 ഹിറ്റൊക്കെ വരാറുണ്ട്. സോ അതിൽ എത്ര ഹിറ്റുള്ള ബോക്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ. നമുക്ക് നോക്കാം, നമുക്ക് നല്ല വല്ലതും കിട്ടുമെന്ന് നോക്കാം. എനിക്കിതിൻ്റെ ഒരു ബൂസ്റ്റർ ബോക്സർ വാങ്ങിച്ച് ഓപ്പൺ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നല്ലൊരു പുള്ള് കിട്ടുവാണെങ്കിൽ പിന്നെ അതിനാവശ്യമില്ലല്ലോ, വെറുതെ പൈസ ഇടേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അറിയില്ല മക്കളെ, ആരും പറഞ്ഞതുമില്ല. ലെമ്മ്. നീക്കോ റോബിൻ. നൈസ്. നീക്കോ റോബിൻ്റെ ഒരു കിഡിലെ SR കാർഡ് കൊള്ളാമല്ലേ. ഇതിലെ SR കാർഡ്സ് എല്ലാം പക്ക ബ്യൂട്ടിഫുൾ ആണ്, ഒരു രക്ഷയില്ല. ഓൾട്ട് കാർഡ്സ് ആണോ SR കാർഡാണോ എന്ന് മനസ്സിലാത്ത രീതിയിലാണ് ആർട്ട് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ നോർമൽ പാക്ക് പുള്ളി വാങ്ങിച്ചാൽ പോലും അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒരു SR കാർഡ് കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതുവരെയുള്ള ഒരു ഫുൾ റേറ്റ്സ് പറയാനാണെങ്കിൽ SR കാർഡ്സ് എല്ലാം 1 in 4 പാക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ 4 പാക്ക് വാങ്ങിക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു SR കാർഡ് കിട്ടാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. പണ്ടത്തെ OPയുടെ സെറ്റിൻ്റെ അനുസരിച്ചുള്ള അത്ര ഈസി. നമ്മൾ അടുത്ത ഓൾട്ട് റെയർ കാർഡ്. സോ കുജാക്കുവിൻ്റെ ഒരു ഓൾട്ട് റെയർ. EBO3 കുജാക്കുവിൻ്റെ ഒരു ഓൾട്ട് റെയർ. നൈസ് അടിപൊളി. അപ്പോൾ നമുക്ക് ഇതുവരെ 3 ഹിറ്റ് കിട്ടി. നമുക്കൊരു ഗോൾഡൻ ഡോൺ കാർഡ് കിട്ടി, നമ്മുടെ ബാക്ക് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ബോബയുടെ SR കാർഡ്, ഓൾട്ട് SR കാർഡും കിട്ടി. ഇതൊരു ഓൾട്ട് റെയർ കാർഡും കിട്ടി. ഇപ്പം നമുക്ക് 3 ടൈപ്പ് കാർഡുകൾ ഇതിനകത്ത് കിട്ടി. നമുക്കിനി ആകെ മിസ്സിങ് ഒരു മാംഗ കാർഡ്, പിന്നെ ഈ പറഞ്ഞു കൂട്ടാനെ ഒരു SP കാർഡ്. അപ്പം 3 ഹിറ്റ് ബോക്സ് ആയി. ഇതിപ്പോൾ നമുക്ക് 3 ഹിറ്റ്സ് കിട്ടി. അത് ഞാൻ കണ്ടിട്ടുണ്ട്. 4 ഹിറ്റ് കിട്ടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗ്യമുള്ള ദിവസമാണോ ഇന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് ഭാഗ്യമുള്ള ദിവസമാണ് നമുക്ക് ഒരു ഹിറ്റും കൂടെ, എൻ്റെ മനസ്സ് വരെ നമുക്ക് ഒരു ഹിറ്റ് കൂടെ കിട്ടുമെന്ന് എൻ്റെ മൈൻഡ് ഇങ്ങനെ പറയുന്നത്. ആ ഒരു ഉൾവിളി ഉണ്ടല്ലോ, എന്തോ വലുതും കൂടി അതിനകത്ത് വരാനുണ്ട്. ലൈക്ക് എന്തോ ഒരു വലിയ ഹിറ്റ് ഇതിനകത്തുണ്ട് എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു ഉൾവിളി. അതുകൊണ്ട് നമ്മൾ ബാക്കി എല്ലാ പാക്കും ഓപ്പൺ ചെയ്യും. ലാസ്റ്റ് പാക്ക് വരെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നമ്മൾ തീർച്ചയായിട്ടും നോക്കും, ഉറപ്പായിട്ടും നോക്കും. നമ്മൾ അങ്ങനെ വിടൂല. ലാസ്റ്റ് പാക്ക് മാജിക് വരെ പ്രതീക്ഷിക്കും നമ്മൾ. ഒരു SP കാർഡോ എന്തെങ്കിലും നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റുമോ? ലെറ്റ്സ് ഹോപ്പ് ഫോർ സംതിങ് ബിഗ് ഗൈസ്. ആരും സ്ക്രീൻ മാറിപ്പോകരുത്, പറയാൻ പറ്റത്തില്ല. 3 ഹിറ്റ്സ് കഴിഞ്ഞു. കാരണം അതിനകത്ത് ഞാൻ കണ്ടു 4 ഹിറ്റ്സ് പുള്ളി ഞാൻ കണ്ടു. അപ്പോൾ ഇതുവരെ നമുക്ക് 3 ഹിറ്റ് കിട്ടി. അപ്പോൾ ഒരു ഹിറ്റും കൂടെ, കാരണം നോർമലി 2 ഹിറ്റ് ആയിരിക്കും. അപ്പോൾ 3 ഹിറ്റ് വന്ന സ്ഥിതിക്ക് 4ാമത്തെ ഹിറ്റിനും കൂടെ ഉള്ള ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. നമുക്ക് ഇനിയും ഇതുകൂടെ ചേർത്ത് 6 പാക്കുണ്ട്. അപ്പോൾ 6 പാക്കിൽ നിന്ന് ഈ പറയുന്ന തൊട്ട് നമുക്ക് ഒരു ഹിറ്റും കൂടെ, ഒരു മാംഗയോ എന്തെങ്കിലും നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റുമോ? ലെറ്റ്സ് സീ ഗൈസ്. നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് നോക്കാം, അത്ര ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഹീറോയിൻസിനാവുകൊണ്ട് ഇത് ഓപ്പണിങ് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും കുത്തിയിരുന്ന് കാണുമെന്ന് എനിക്കറിയാം. നാമിയുടെ സൂപ്പർ. ഇത് കിട്ടില്ല കാർഡ് കേട്ടോ. ഇതിൻ്റെ ഒരു ഓൾട്ട് കാർഡ് കൊണ്ടാണെങ്കിൽ അടിപൊളിയായിരുന്നു. നാമി ഈസ് ലൈക്ക് മൈ വൺ ഓഫ് മൈ ഫേവറേറ്റ് കാർഡ്സ്. അതുകൊണ്ട് തന്നെ ഒരു വൈഫ് കാർഡ് എന്ന് പറഞ്ഞാൽ നാമിയുടെയാണ് വൈഫ് കാർഡ്. അതിപ്പോൾ തന്നെ കണ്ടില്ലേ, എന്നല്ലേ. അപ്പോൾ നാമിയുടെ ഒരു SP കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിരുന്നു. പക്ഷേ അതിനുള്ള ഭാഗ്യമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നാമിയുടെ SP കിട്ടാനുള്ള ഭാഗ്യം അത് ഇച്ചിരി അത്യാവശ്യം നല്ലൊരു കാർഡാണ്. ഇപ്പോൾ എനിക്ക് 1.25 ലക്ഷം രൂപയ്ക്കാണ് നാമിയുടെ SP കാർഡ് വിറ്റ് പോകുന്നത്. അത്രയ്ക്കും പ്രൈസ് ഹൈപ്പ് ഉണ്ട് ആ സെറ്റിന്. അത്രയും സെറ്റല്ല, അത്രയും പ്രൈസ്ഡ് കാർഡാണ്. എന്താല്ലേ നമ്മൾ പറഞ്ഞ് പുള്ളു വിളിച്ച് വരുത്തുവാണ്. നാമിയുടെ കുറിച്ച് പറഞ്ഞ് നമുക്ക് നാമിയുടെ SP കിട്ടില്ല, ബട്ട് നാമിയുടെ കിട്ടില്ല SR കാർഡ് കിട്ടി. നാമിയെ കുറിച്ച് പറഞ്ഞു, നാമി തന്നെ വന്നു.
SP അല്ല SR കാർഡ്. കൊള്ളാം. അപ്പോൾ ഇന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞൊക്കെ അതുകൂടെ സംഭവിച്ചു. അപ്പോൾ നമുക്ക് നാമിയുടെ SPയും കൂടെ ആണെന്ന് കിട്ടുമോ? ഇതുകൂടെ ചേർത്ത് നമുക്ക് 4 പാക്കുകളുണ്ട്. അതിൽ നിന്ന് ഒരു SPയോ എന്തെങ്കിലും കിട്ടുമോ? 4 ഹിറ്റ് ബോക്സ് ആയിരിക്കുമോ? അതൊക്കെയാണ് എൻ്റെ ഉള്ളിൽ. 4 ഹിറ്റ് ആവണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞാൻ ഇരിക്കുന്നത്. 4 ഹിറ്റ് ആവണേ. കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ബോക്സ് അപ്പോൾ ഞാൻ എന്നും പ്രീ റിലീസ് ഉണ്ടോ, പ്രീ ഓർഡർ ആയെന്ന് ചോദിച്ചുകൊണ്ട് കടയിൽ പോകുമായിരുന്നു. കാരണം അത്രയും ഞാൻ മെനക്കെട്ടത് ഈ ഒരു ബോക്സിന് വേണ്ടി. അപ്പം എന്തെങ്കിലും കൂടെ വൺ മോർ ഹിറ്റ്, ഒരു SP അതിൽ കൂടുതൽ ഞാൻ ചോദിക്കത്തില്ല. SP നമുക്ക് ഒരൊറ്റ SP കൂടെ മതി ഇത് മാറി മറിയാൻ. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് 2 പാക്ക് കൂടെ ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, ഒന്നും കാണില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഇതുകൂട്ടുള്ള വീഡിയോസും ഇതുകൂട്ടുള്ള ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പണിങ്ങും ഇതുകൂട്ടുള്ള ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പണിംഗ് ആണ് നമ്മുടെ ചാനലിലെ ഒരു പ്രത്യേകത. നിങ്ങൾ ബാക്കിയുള്ളവരുടെ ചാനൽസ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ബട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഫുൾ ബൂസ്റ്റർ ബോക്സുകൾ കഴിവതും പറ്റുമ്പോഴെല്ലാം ഓപ്പൺ ചെയ്യാറുണ്ട്. VVയുടെ SR കാർഡ് നൈസ്. സോ ഇതുകൂട്ടുള്ള വലിയ ബോക്സ് ഓപ്പണിങ്സ് നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാണ്ട് എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂട്ട് മാത്രമല്ല നമ്മൾ തീർച്ചയായിട്ടും EVO3യുടെ പാക്സും ഗീവ് ഉടനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ ഓൾറെഡി ഒരു ഗീവ് ഇങ്ങനെ കിടക്കുന്ന കാരണമാണ് ഞാൻ അത് അനൗൺസ് ചെയ്യാത്തത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും EVO3യുടെയും ഗീവ് അനൗൺസ് ചെയ്യും. അതുകൂട്ടുള്ള ഇങ്ങനെയുള്ള വൈഫ് കാർഡ്സ് ഒക്കെ കിട്ടാനുള്ള ഒരു ഭാഗ്യം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് TCGers എന്നുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും കൂടെ നിങ്ങൾ ഫോളോ ആക്കി വെച്ചോ. കാരണം എപ്പോഴും നമുക്ക് ഇതുകൂട്ടുള്ള ഗീവേസ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഞാൻ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. ഷാർലറ്റ് പുഡിങ്ങിൻ്റെ ബാക്കിൽ കോവാളയുടെ SR നൈസ്. സോ ഗൈസ് ലാസ്റ്റ് പാക്ക് നമ്മുടെ EVO3യുടെ ബൂസ്റ്റർ ബോക്സ് കഴിഞ്ഞു. ദിസ് ഈസ് അവർ ലാസ്റ്റ് പാക്ക്. സോ ലാസ്റ്റ് പാക്ക് മാജിക് ഉണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് ഇത് ലാസ്റ്റ് പാക്ക് മാജിക്കില്ല, ഒരു നോർമൽ ഡോൺ. നമുക്ക് ഓൾറെഡി ഒരു ഗോൾഡൻ ഡോൺ പുള്ളിയത് കാരണം ഒരു നോർമൽ ഡോൺ. സോ ലാസ്റ്റ് പാക്ക് മാജിക് ഉണ്ടോ നോക്കാം. ഇതുവരെ ഇതിൻ്റെ ഫുൾ ആർട്ട് വർക്ക് കണ്ട സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് ഐ ലവ് ദിസ് സെറ്റ്. നൈസ്, കൊള്ളാം. നമുക്ക് നല്ല കളക്ഷന് വേണ്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സെറ്റാണ്. ബോവയുടെ ഒരു നോർമൽ ഡോൺ കാർഡ്. സോ ദാറ്റ് വാസ് അവർ ബോക്സ് ഓപ്പണിംഗ്. നമ്മൾ 24 പാക്ക് ഓപ്പൺ ചെയ്തു. 24 പാക്ക് എന്നുള്ള നമ്മുടെ ഹിറ്റ്സ് എല്ലാം നമുക്കൊന്ന് നോക്കാം. നമുക്ക് കോവാലയുടെ ഒരു റെയർ കാർഡ് കിട്ടി. നൈസ്, കൊള്ളാം. വിവിയുടെ SR കാർഡ് കിട്ടി. നാമിയുടെ SR കാർഡ് കിട്ടി. നൈസ്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഇപ്പോൾ എന്തായാലും തീർച്ചയായും സ്ക്രീനിൽ കാണുന്നേക്കും. വിവിയുടെ ഒരു ലീഡർ കാർഡ് കിട്ടി. റോബിൻ്റെ ഒരു SR കാർഡ്. വിവിയുടെ 2 ലീഡർ കാർഡ് കിട്ടി. ചിലപ്പോൾ ഞാൻ വിവി വെച്ച് കളിക്കും. ഈ ഊട്ടയുടെ SR കാർഡ് ഇറ്റ്സ് ക്വയറ്റ് നൈസ്. ഒരു രക്ഷയില്ല, പക്ക കാർഡ്, അടിപൊളി. ഇപ്പം അത് കൊള്ളാം. ടഷീക്കിയും നൈസ്, നല്ല ടഷീക്കിയുടെ ഒരു കാർഡ്. ഓക്കെ, അതിൻ്റെ ബാക്കിൽ നമ്മുടെ കാർഡ് ഓഫ് ദി ഡേ എനിക്ക് വിവിയുടെ ഡാഷ് പാക്കിങ് കിട്ടിയ കിട്ടിക്കച്ച് കാർഡ്. പിന്നെ ലെറ്റ്സ് ഗോ ടു അവർ മെയിൻ ഹിറ്റ്സ്. സോ നമുക്കിന്ന് SPO അല്ലെങ്കിൽ നമുക്കിന്ന് ഈ പറഞ്ഞ കൂട്ട് നമുക്ക് മാങ്ക് പുള്ള് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല പുള്ളുണ്ടായിരുന്നു. കുജിക്കയു. പിന്നെ നമ്മൾ നാമിയുടെ ഗോൾഡൻ ഡോൺ ആണ് പുള്ളിയത്. നാമിയുടെ ഗോൾഡൻ ആണ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നമ്മൾ വാങ്ങിച്ച ബോക്സ് നമുക്ക് പക്കായിട്ടും പൈസ വസൂല് തന്നെയാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. സോറി ഗൈസ്, സോറി, ഇതിൻ്റെ പേരിൽ എന്നെ ആരും ചീത്ത വിളിക്കില്ല. ബോവയുടെ ഗോൾഡൻ ഡോൺ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? നമുക്ക് നമ്മുടെ ബിഗ് ഹിറ്റ് ഇത് തന്നെയായിരുന്നു. പിന്നെ അതുകൂട്ട് തന്നെ ബോവ ഹാങ്കോക്കിൻ്റെ ഓൾട്ട് SR കാർഡ് നൈസ്. സോ ഗൈസ്, ദാറ്റ് വാസ് അവർ EVO3 ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പണിംഗ് വീഡിയോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പുൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി ഇതുകൂട്ടുള്ള ബൂസ്റ്റർ ബോക്സ് ഓപ്പണിംഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ നെക്സ്റ്റ് ടൈം ഗൈസ്, ബൈ.